5 പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷമുണ്ടായ യുപിയിലെ സംഭൽ മേഖല സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും തടഞ്ഞ യുപി പോലീസ്. ഡൽഹി നോയിഡ അതിർത്തിയായ ഗാസിയാപൂർ പ്രദേശത്താണ് ഇരുവരെയും തടഞ്ഞത്. പോലീസ് റോഡിന് കുറുകെ ബാരിക്കേഡുകൾ നിരത്തുകയായിരുന്നു. അതേസമയം ബാരിക്കേഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. യുപിയിലെ കോൺഗ്രസ് എംപിമാർ ഉൾപ്പെടെയുള്ള സംഘം സംഭയിലേക്ക് പുറപ്പെട്ടത്. സംഘടനാ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സംഘത്തിനൊപ്പമുണ്ട്. 11 മണിയോടെ സംഘം ഗാസിയാപൂരിലെത്തിയെങ്കിലും മുന്നോട്ടു പോകാൻ യുപി പോലീസ് അനുവദിച്ചില്ല. ഇതോടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മടങ്ങുകയായിരുന്നു. റോഡിന് കുറുകെ ബാരിക്കേഡുകളും പോലീസ് വാഹനങ്ങളും നിരത്തിയാണ് യാത്ര തടഞ്ഞത്. ഇതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ രാഹുൽ പോലീസുകാരുമായി സംസാരിച്ചു. 5 പേർക്കെങ്കിലും അനുമതി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് അനുമതി നൽകിയില്ല. ഇതേ തുടർന്നായിരുന്നു മടക്കം. തന്നെയെങ്കിലും പോകാൻ അനുവദിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടെങ്കിലും കടത്തിവിടില്ലെന്ന് പോലീസ് ആവർത്തിക്കുകയായിരുന്നു. പോലീസ് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പുറത്തുനിന്ന് വരുന്നവർക്ക് സംഭയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകരുതെന്ന് നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം 10 വരെയാണ് വിലക്ക്. രാഹുലിനെയും സംഘത്തെയും തടയാനും മജിസ്ട്രേറ്റ് പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാനും ശ്രമിച്ചു. റോഡടച്ചതോടെ ഗാസിപൂരിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. അതിനിടെ കോൺഗ്രസ് സംഘത്തെ തടഞ്ഞ യുപി സർക്കാർ നടപടിക്കെതിരെ കെ.സി. വേണുഗോപാൽ രംഗത്തെത്തി. ഇത്രയും വലിയ നഷ്ടം സംഭവിച്ച കുടുംബത്തിനൊപ്പം നിൽക്കുകയെന്നത് അടിസ്ഥാന മാനവികതയാണ്. ഭരണകൂടം വെറുപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ കരുണയും സഹാനുഭൂതിയും സ്നേഹവും നൽകി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പ്രദേശം സന്ദർശിക്കാനെത്തിയ സമാജ്വാദി പാർട്ടി നേതാക്കളെയും മുസ്ലിം ലീഗ് നേതാക്കളെയും പോലീസ് തടഞ്ഞിരുന്നു. അതേസമയം പള്ളിയിൽ സർവേ നടത്താനുള്ള നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി.